Hello friends, എല്ലാവർക്കും ഡിസൈനിങ് പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പോസ്റ്റർ ഡിസൈനിങ് ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു പോസ്റ്റർ ആണ്. ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഏകദേശം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതിൽ കൊടുക്കുന്ന ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ PIXELLAB ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു PIXELLAB MALLU മോഡ്സിൻ്റെ PIXELLAB ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യണം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് സൈസിൽ പോയിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ഒരു 1000 കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ചിട്ട് സൈസ് മാറ്റർ അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. 1250 കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിതിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറിയിൽ പോവുക. ഈ ഒരു ഫോട്ടോ അത് ആഡ് ചെയ്യേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതൊന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചെടുക്കുക. നെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യാം. ഇമ്പോർട്ടിൽ പോവുക. ഈ ഒരു ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മതി. ഓക്കെ, ശേഷം ടിക്ക് കൊടുക്കുക. ഒന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 4ാമത്തെ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ കളറ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കറുപ്പായി കൊടുക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ലോക്ക് ചെയ്തിടാം. ലെയറിൽ പോവാം. ലോക്ക് ചെയ്തിടാം. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു എഡ്ജ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇതിങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചതുപോലെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതെല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 3ാമത്തെ ഓപ്ഷനിൽ ഡ്രോയിങ്ങിൽ പോവുക. പെൻ സൈസ് ഒരു 40 ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴത്ത് ബ്ലർ റേഡിയസ് ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ബ്ലറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ലൈനായിരിക്കും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലറായി കൊടുക്കുന്നത്. ഓക്കെ, അതിന് ശേഷം ടിക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ ആ ലെയർ ഇതാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നമുക്കിതൊന്നും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ കിട്ടും. ശേഷം ലെഫ്റ്റ് റൈറ്റൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഞാൻ നോട്ട് പാഡിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ പോവുക. ഓക്കെ, എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടാമത്തെ ഈ ഒരു വരി ഇവിടുന്ന് കട്ട് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഈ ഒരു ലൈന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഡൺ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നമുക്ക് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ AB എന്ന് പറഞ്ഞതിൽ പോയതിന് ശേഷം ഫോണ്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ MVMൽ ഈ ഒരു ഫോണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളറിൽ പോയിട്ട് ഈ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ചെറുതാക്കി. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് എടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറൊന്ന് വൈറ്റ് ആക്കി കൊടുക്കാം. ഇനി ഡിസൈനിങ്ങിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 3ാമത് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയാൽ ഇതിവിടെ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ പോയാൽ പലർക്കും അറിയില്ല. അപ്പോൾ കണ്ടാൽ സെറ്റിങ്സ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈനിൽ നമുക്ക് കറക്റ്റായിട്ട് വേണ്ട സ്ഥലത്തേക്ക് നീക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതോടെ വെച്ച് കൊടുത്തതിന് ശേഷം സെറ്റിങ്സ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ അവിടെ വരും. അതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ നീക്കേണ്ടി വെച്ചാൽ കറക്റ്റായി നീക്കി കൊടുക്കാം. മൂവിൻ്റെ ഇതൊന്ന് കുറച്ച് കൊടുത്താൽ പതുക്കെ നമുക്ക് വേണ്ട ലൈനിങ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ ആ ലൈൻ കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ ആ ലൈൻ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഡിസൈനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈസും ചെറുതായി കൊടുക്കുക. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇംഗ്ലീഷിലുള്ള കുറച്ച് നമ്മുടെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട ഇത് കൊടുക്കാം.
ടെക്സ്റ്റിൽ പോവാം. ഞാനിവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡൺ കൊടുക്കാം. സൈസും ചെറുതായി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് ഇവിടെ വെച്ചെടുക്കാം. സൈസ് ചെറുതാക്കണമെങ്കിൽ ഇതിൽ പോയാലും സൈസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ എടുക്കാം. ശേഷം നമുക്ക് ഓരോ പോയിൻറ്റിനും ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അത് വേണമെങ്കിൽ ടെക്സ്റ്റിൽ പോയതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് കുറച്ച് ഡോട്ടുകൾ ഇങ്ങനെ ഇട്ടെടുക്കുക, താഴത്തേക്ക് എൻട്രി ചെയ്തിട്ട്. ഓക്കെ, ഡൺ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മേ ബി ഇതിൽ പോയിട്ട് ഇതിൽ ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഡോട്ട് മാത്രമേ കൊണ്ട് നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൊസിഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് നീക്കി കൊടുക്കാം. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസും ചെറുതായി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ശേഷം ഒന്ന് അടിയിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ലൈന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്ത് പോയാൽ ലൈൻ സ്പേസിംഗ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരികൾക്കനുസരിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഷേപ്പ് ടൂളിൽ പോയാൽ സർക്കിൾ ചെയ്തിട്ട് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിനെക്കാളും നല്ലത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാനായിരിക്കും. അത് സൂം ചെയ്തിട്ടതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാളും നല്ലത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വർക്കിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് നമ്മൾ സ്റ്റുഡിയോൻ്റെ പേര് ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റിൽ പോയതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ശേഷം ഒന്ന് നമുക്കിതിൻ്റെ സൈസ് ചെറുതായി കൊടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ഇതിൽ പോയിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോബോട്ട് റെഗുലർ പറഞ്ഞാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈലിൽ പോയിട്ടൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എസ് എന്നുള്ള കളർ നമുക്ക് റെഡും പി എന്നുള്ള കളറ് റെഡും ഈ ഒരു ഇതിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ കൊടുക്കാം. ശേഷം നമുക്കിതിൽ സ്പേസിങ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയതിന് ശേഷം നമുക്കിതിൽ ലെറ്റർ വേണമെങ്കിൽ ലെറ്റർ സ്പേസ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേർഡ്സ് തമ്മിൽ സ്പേസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ലെറ്റർ കുറച്ച് സ്പേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ഓക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ പൊസിഷന് സെൻറ്റർ പൊസിഷനായി കൊടുക്കുക. ഒന്ന് അതിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് അതിലൊന്ന് എഡിറ്റ് ചെയ്യാം. ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ള് വൈറ്റ് ആക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്തു. ഒന്ന് ലൈനിങ് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതായി കൊടുക്കാം. ശേഷം പൊസിഷന് സെൻറ്ററായി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ വെക്കുക. ശേഷം എഡിറ്റിൽ പോയിട്ട് മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പറും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പൊസിഷനായി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റിയിൽ നല്ലൊരു പോസ്റ്റർ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.